ഇനി CPM-മായി ബന്ധപ്പെട്ട വിവാദ വാർത്തയിലേക്കാണ്. CPM പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ കത്ത് ചോർന്ന സംഭവത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ. പാർട്ടിക്കെതിരെ ആരോപണമുയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം പക്ഷേ ഇത്തവണ മൗനം പാലിക്കുകയാണ്. ഷെർഷാദിന് പിന്നിൽ EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കും. ഷെർഷാദിന്റെ പരാതിക്ക് പുറമെ മറ്റ് പരാതികളും കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുള്ളതായി വിവരം. അതേസമയം കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദന് നിർണായകമാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, പാർട്ടി ബന്ധമുള്ള രണ്ട് വ്യവസായികൾ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ CPM-നെ വലിയ പ്രതിരോധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെ ഒരു വിമർശനം ഉയരുമ്പോൾ തന്നെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന് എതിർക്കുന്ന പാർട്ടി പക്ഷേ ഈ ഘട്ടത്തിൽ മൗനം പാലിക്കുകയാണ്. എന്താണ് CPM-ൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM വല്ലാത്തൊരു ഊരാക്കുടുക്കിലേക്ക് ചെന്ന് വീഴുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നീലിമ. കാരണം ഈ രണ്ട് വ്യവസായികൾ തമ്മിലുള്ളൊരു തർക്കം എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ ഒരു പരാതി വരുന്നു. അതിൽ സാമ്പത്തിക ഇടപാടുകളടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുൻ മന്ത്രിമാരും നിലവിലത്തെ മന്ത്രിമാരും ഒക്കെ ആരോപണ വിധേയരാകുന്നു. അതിനിടയിൽ ഈ പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ നൽകിയിട്ടുള്ള പരാതി അത് പുറത്തു വന്ന സാഹചര്യം കൂടിയായപ്പോഴേക്കും ആകെ CPM-നുള്ളിലെ അന്തർനാടകങ്ങൾ അല്ലെങ്കിൽ CPM-നുള്ളിലെ തർക്കങ്ങളൊക്കെ അത് പൊതുവിടത്തിൽ കൂടുതൽ സജീവമായ ചർച്ചയ്ക്ക് വരികയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ പാർട്ടി ഉള്ളിൽ മാത്രം നടത്തിയിരുന്ന സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സംവിധാനത്തിനകത്ത് മാത്രം നിലനിന്നിരുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ പുറത്ത് ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടിയാണ് CPM വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിൽ ഒരു നേരത്തെ നമ്മൾ ഈ MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട EP ജയരാജനുള്ള ഒരു അദ്ദേഹത്തിനുള്ള ഒരു അസംതൃപ്തിയൊക്കെ ഉണ്ട്. അത് അദ്ദേഹം ആയുധമാക്കുന്നതാണോ എന്ന് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളിലേക്ക് വരെയാണ് ഇപ്പോൾ CPM പോകുന്നത്. പ്രത്യേകിച്ച് MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണോ ഇതെന്നുള്ള വളരെ വലിയ ആശങ്ക CPM-നകത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത CPM-നകത്തുണ്ട്. നേരത്തെ തന്നെ MV ഗോവിന്ദനും EP ജയരാജനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള രസക്കേടുകൾ വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആയതാണ്, അല്ലെങ്കിൽ പാർട്ടി വൃത്തങ്ങളിൽ തന്നെ അത് വലിയ വിഷയങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ MV ഗോവിന്ദന് എതിരെയായിട്ടുള്ളൊരു നീക്കമായി EP ജയരാജന്റെ ഭാഗമായിട്ടുള്ള നീക്കമായി ഇത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷെർഷാദിന് പിന്നിൽ EP ജയരാജനാണോ എന്നുള്ള രീതിയിലുള്ള ഒരു പരിശോധനയും പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയം ഉൾപാർട്ടി പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് മന്ത്രിമാരടക്കം ഉൾപ്പെട്ട മുൻ മന്ത്രിമാരടക്കം ഉൾപ്പെട്ട വലിയ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തന്നെ വ്യവസായികൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ വരും. സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി കൂടി ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ രണ്ട് വലിയ നേതാക്കൾ തമ്മിലുള്ള ഒരു ഈഗോയിസ്റ്റിക് പ്രശ്നങ്ങൾ മാത്രമായിട്ടോ ഇതിനെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തുടരുന്നൊരു മൗനമാണ്. അദ്ദേഹം നിലവിൽ ഈ വിഷയത്തിൽ ഒരു കാര്യമായിട്ടുള്ള പ്രതിരോധത്തിനോ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന രീതിയിലായിരിക്കും, മുഖ്യമന്ത്രിയുടെ നിലപാടനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ CPM-നുള്ളിലെ ഈ പ്രശ്നങ്ങൾ അതിന്റെ ഒരു ദിശ തന്നെ. ഇത് ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല യഥാർത്ഥത്തിൽ. ഇത് യഥാർത്ഥത്തിൽ CPM-നെ കുഴയ്ക്കുന്നത് മറ്റൊരു തലത്തിലാണ്. ഇതിൽ വളരെ കൃത്യമായി ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നു. മദ്രാസിൽ തട്ടിക്കൂട്ടിയ ഒരു കമ്പനിയിലേക്ക് വിദേശത്ത് നിന്നും ഫണ്ട് എത്തുകയാണ്, അത് പാർട്ടിക്ക് വരുന്ന ഫണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ രാജേഷ് കൃഷ്ണ അതുപോലെ ഷെർഷാദ് ഈ രണ്ട് പേരും പാർട്ടിയുമായി വലിയ നിരന്തര ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഇവർ വഴി പാർട്ടിയിലേക്ക് അനധികൃതമായി പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പാർട്ടിക്കകത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക തലം കൂടി പരിശോധിക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് CPM നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ പാർട്ടി നേതാക്കൾക്ക് കഴിയുകയുള്ളൂ. ആ ഒരു ആലോചനയിലായിരിക്കാം, എന്ത് പറയണമെന്ന ആലോചനയിലായിരിക്കാം ഒരുപക്ഷെ പാർട്ടി നേതൃത്വം. പ്രജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം നീലിമ, ഇതിൻ്റെ ഒരു വിഷയം അവിടെയാണ്. കാരണം കോടതിയിൽ ഒരു രേഖ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. അതൊരു ഔദ്യോഗിക രേഖയായി മാറുന്നതോടുകൂടി അത്തരം വിഷയങ്ങളിലേക്ക് കൃത്യമായി അന്വേഷണം പോണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ ഹവാല, റിവേഴ്സ് ഹവാല തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിൽ കൃത്യമായ പരിശോധന നടത്താൻ കേന്ദ്ര ഏജൻസികൾക്കടക്കം ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് പോകുമ്പോൾ സ്വർണ്ണക്കടത്ത് പോലെയുള്ള നേരത്തെ മുഖ്യമന്ത്രി അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. സമാനമായ രീതിയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി
പാർട്ടിയെയും എല്ലാം പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് അന്വേഷണങ്ങൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കോടതി ഒരു തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയാണെങ്കിൽ സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും, മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. ഈ പറയുന്ന ആരോപണം വിധേയരായിട്ടുള്ള മന്ത്രിമാരടക്കമുള്ള വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ മുൻ മന്ത്രിമാരടക്കമുള്ളവരുണ്ട്, അവർക്കെതിരെ എല്ലാം ഈ അന്വേഷണങ്ങൾ പോകും. CPM-ന് എങ്ങനെയാണ് ഇത്രയധികം ഫണ്ട് ഒഴുകിയെത്തുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. CPM-ന്റെ പല സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ഇത്തരം ആളുകൾക്ക് ബന്ധമുണ്ടോ, ഇവരിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന പണം ആ മേഖലകളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാരും CPM-ഉം എല്ലാം പോകും. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഈ പാർട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക്, പാർട്ടി സംവിധാനത്തിനകത്ത് രണ്ട് വലിയ നേതാക്കൾ തമ്മിലുള്ളൊരു പോരെന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയൊരു ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അത് നിർണായകമായ സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അന്വേഷണം വരികയാണെങ്കിൽ ഇത്രയധികം പണം എങ്ങോട്ടേക്കൊക്കെയാണ് ഒഴുകിയിരിക്കുന്നത്, ആരൊക്കെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായിട്ടുണ്ട്, CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ, മുഖ്യമന്ത്രിക്ക് ഇതിലേതെങ്കിലും രീതിയിലുള്ള റോളുണ്ടോ, അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ആരെങ്കിലും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലൊരു വലിയ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറാകാത്തത്. കാരണം നീലിമ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാകുന്ന ചെറിയ ആരോപണങ്ങളിൽ പോലും വലിയ പ്രതിരോധവുമായി രംഗത്തെത്തുന്ന CPM-ന്റെ ഒരു സ്ഥിരം പതിവുണ്ട്. അത് താഴെ തട്ടിലുള്ള നേതാക്കൾ മുതൽ സൈബർ വിങ്ങിലെ അണികൾ മുതൽ മുകൾ തട്ടം വരെയുള്ള നേതാക്കൾ വരെ, പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് വരെ, പാർട്ടി ജനറൽ സെക്രട്ടറി വരെ അത്തരം പ്രതിരോധവുമായി രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരി പ്രജിത്ത്, വലിയ വിവാദം കൊഴുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്, തൊട്ടുപിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. വലിയ വിവാദങ്ങളിലേക്ക് CPM-നെ നയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ രാജേഷ് കൃഷ്ണയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ, നേരത്തെ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു കയ്യകലത്തിൽ നിർത്തിയിരുന്ന, കൃത്യമായി രാജേഷ് കൃഷ്ണയെ പാർട്ടി വേദിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന ഒരു സമീപനം അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി എത്തിയ അന്നു മുതൽ രാജേഷ് കൃഷ്ണ MV ഗോവിന്ദന്റെയും മകന്റെയും വലിയ അടുപ്പക്കാരനായി മാറുകയും പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നതുമാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രി എന്ന് പറയും എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. പ്രജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.